ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോയിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ 2 പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എ കൺസേൺ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെൽസ് 20,000 യൂണിറ്റ്സ് അറ്റ് ₹100 ഈച്ച്. ഇവിടെ തന്നിരിക്കുന്നത് 20,000 യൂണിറ്റ് ആണ് ഒരു കൺസേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് 100. ഇറ്റ്സ് എ വേരിയബിൾ കോസ്റ്റ് ₹50 പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് ഒരു യൂണിറ്റിന് 50 രൂപ. ഫിക്സഡ് കോസ്റ്റ് 4 lakh. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് PV റേഷ്യോ, ബ്രേക്ക് ഇവൻ സെയിൽസ്, ബ്രേക്ക് ഇവൻ യൂണിറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഇക്വേഷൻസ് ഉണ്ടായതാണ്. അതുകൂടാതെ വാട്ട് ഈസ് ദി സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10 lakh ആൻഡ് വാട്ട് ഈസ് ദി പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് ₹30 lakh. ഇത്രയുമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ 3 ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. സെയിൽസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് PV റേഷ്യോ ആണ്. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100 അല്ലേ. ഇവിടെ സെയിൽസിൻ്റെ പെർ യൂണിറ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റിൻ്റെയും പെർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ് ഇൻറ്റു 100 ചെയ്താലും PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആകുന്നുണ്ടോ? എമൗണ്ട് വെച്ചിട്ട് ചെയ്താലും PV റേഷ്യോ കിട്ടും. ഇനി പെർ യൂണിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും PV റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പം ഞാനിവിടെ എമൗണ്ട് വെച്ചിട്ടാണ് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് താഴേക്ക് എഴുതാം. സെയിൽസ് എത്രയാണ്? 20,000 യൂണിറ്റ്സിന് ഒരു യൂണിറ്റിന് 100 വെച്ചിട്ട് സെയിൽസിൻ്റെ എമൗണ്ട് സെയിൽസ് ഈക്വൽ ടു 20,000 യൂണിറ്റ്, അത് 100 വെച്ച് 20 lakh ആണ് സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. അതുപോലെ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 50 പെർ യൂണിറ്റ് ആണ് അല്ലേ. 50 പെർ യൂണിറ്റ് എത്ര യൂണിറ്റിന്? 20,000 യൂണിറ്റിന് കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ്. 20,000 ഇൻറ്റു 50 10 lakh വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് 4 lakh നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എഴുതാം, ഈക്വൽ ടു 4 lakh. ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു 4 lakh എഴുതി. ഇനി ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് PV റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്പർ ഇട്ടിരിക്കുന്നത് പോലെ നമുക്ക് ആൻസറിലും ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ PV റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് PV റേഷ്യോൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഫസ്റ്റ് എഴുതി വെക്കേണ്ടത്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതണം. എന്നിട്ട് വേണം ഈ എമൗണ്ട് ഇക്വേഷനിലേക്ക് എടുത്ത് എഴുതാൻ. PV റേഷ്യോയുടെ ഇക്വേഷൻ contribution divided by sale into 100. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ഇടണം അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞതാണ്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണത്? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പം നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു എല്ലാത്തിനും ഇതേപോലെ ഇക്വേഷൻസ് എഴുതിയിട്ട് ഓരോരോ സ്റ്റെപ്പ് എഴുതി വെക്കണം കേട്ടോ. ആദ്യം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് 20 lakh ആണ്, മൈനസ് വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് 10 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 10 lakh കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലേ. കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് കിട്ടി. എന്നിട്ട് ഈ സെയിൽസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദെർഫോർ PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ. സെയിൽ എത്രയായിരുന്നു? 20 lakh ഇൻറ്റു 100 ഈക്വൽ ടു 50%.
ഇതാണ് പി വി റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ഇപ്പം ഞാൻ എമൗണ്ട് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെർ യൂണിറ്റ് വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സെയിലിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 100 ആണ്, വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് 50 ആണ്. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടും, 50 വരും. ആ 50 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഈക്വൽ ടു 50%. ഇങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും പി വി റേഷ്യോന് വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, പി വി റേഷ്യോ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്രേക്ക് ഇവൻ സെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ബ്രേക്ക് ഇവൻ സെയിലിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. ബ്രേക്ക് ഇവൻ സെയിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റിനെ പി വി റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ബ്രേക്ക് ഇവൻ സെയിൽ എന്ന് ഓർക്കുമ്പോൾ മുകളിൽ ഫിക്സഡ് കോസ്റ്റ് ആണ് വരുന്നത്. അത് യൂണിറ്റ് ആണെങ്കിലും എമൗണ്ട് ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റിനെയാണ് ഡിവൈഡ് ചെയ്യട്ടെ എന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഇവൻ സെയിൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് തന്നിരിക്കുന്നത് 4 lakh ആണ്. നമ്മളിപ്പോൾ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത് എത്രയാണ്, 50% അല്ലേ. ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ 4 lakh ഡിവൈഡഡ് ബൈ 50% വരും. ഓക്കെ, അത് ഫിക്സഡ് കോസ്റ്റ് 4 lakh ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 50%. അപ്പോൾ 4 lakh ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ചെയ്തപ്പോൾ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽ കിട്ടി. ഇത് സെക്കൻഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഇവൻ യൂണിറ്റ് ആണ്. ഓക്കെ, ബ്രേക്ക് ഇവൻ യൂണിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ, ഇതിനെല്ലാം കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇക്വേഷൻസ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ബ്രേക്ക് ഇവൻ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഫിക്സഡ് കോസ്റ്റിനെ. യൂണിറ്റ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം എത്രയായിരുന്നു, 4 lakh. അപ്പം ഇതിൻ്റെ താഴെ 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ പെർ യൂണിറ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ. അതായത് 4 lakh ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ യൂണിറ്റ് കിട്ടും. അതായത് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8000 യൂണിറ്റ്സ്. അപ്പം അതിൻ്റെ നേരെ യൂണിറ്റ്സ് എന്ന് തന്നെ എഴുതി വെക്കണേ, റുപ്പീസ് അല്ല, ഇത് യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു, അതെന്താ, ബ്രേക്ക് ഈവൻ സെയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ബ്രേക്ക് ഈവൻ സെയിൽ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ടെങ്കിൽ ഈ സെയിലിൻ്റെ എമൗണ്ടിനെ, ബ്രേക്ക് ഈവൻ സെയിലിൻ്റെ എമൗണ്ടിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 8000 കിട്ടും. ഓക്കെ, 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടല്ലോ അല്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 100 ആണ്. ബ്രേക്ക് ഈവൻ സെയിൽ എത്രയാണ് കിട്ടിയത്, 8 lakh. 8 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്താലും എന്ത് കിട്ടും, 8000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് ഏതാണോ എളുപ്പം അത് വെച്ചിട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, മാർജിൻ ഓഫ് സേഫ്റ്റിക്കും 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ. ആക്ച്വൽ സെയിലിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽ മൈനസ് ചെയ്താലും മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അതല്ലാതെ പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ചെയ്യാം ആണല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി എഴുതാം കേട്ടോ. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്, MOS. മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു, ഇവിടെ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ആക്ച്വൽ സെയിൽസ് ഏതാണ്, ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ്, ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സെയിൽസ് കേട്ടോ. ഓർ 2 ഇക്വേഷൻ വെച്ച് ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഇവിടെ ആക്ച്വൽ സെയിൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെയിൽസ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെയിൽ എത്രയാണ്, 20,000 യൂണിറ്റിന് 100 വെച്ചിട്ട് 20 lakh റുപ്പീസ്. ആ 20 lakhിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന 8 lakh മൈനസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് വരിക, മാർജിൻ ഓഫ് സേഫ്റ്റി വരുന്നത്.
അപ്പോൾ ഇവിടെ എഴുതുവാണ് ആക്ച്വൽ സെയിൽസ്. ആക്ച്വൽ സെയിൽ 20,000 യൂണിറ്റിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 20 lakh മൈനസ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ബ്രേക്ക് ഈവൻ സെയിൽ കേട്ടോ. ബ്രേക്ക് ഈവൻ സെയിൽ എത്രയായിരുന്നു? 8 lakh. ക്ലിയർ ആകുന്നുണ്ടല്ലോ? 8 lakh മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? റുപ്പീസ് 12 lakh. ഇതാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. ക്ലിയർ? നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. ഇത് എളുപ്പമാണ് അല്ലേ? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100 ആണ്. റേഷ്യോ ആകുമ്പോൾ എല്ലാം 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പം നെക്സ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി. ഇക്വേഷൻസ് ഇതേപോലെ പ്രോബ്ലംസ് കുറേ ചെയ്തേ നമ്മൾ പഠിക്കുകയുള്ളൂ. മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. മാർജിൻ ഓഫ് സേഫ്റ്റി ഏതാ? 12 lakh. സെയിൽ ഏതാ? 20,000 20,000 യൂണിറ്റിന് 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് 20 lakh കിട്ടിയിട്ടുണ്ട്. ഇതല്ലേ സെയിൽ? അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 12 lakh എഴുതാം. ഡിവൈഡഡ് ബൈ സെയിൽ 20 lakh ഇൻറ്റു 100 ഈക്വൽ ടു എത്രയാ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്? 60% അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10 lakh. 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം സെയിൽസ് വേണ്ടത്? ഓക്കെ, അപ്പൊ ഇവിടെ സെയിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്താണ്, എത്രയായിരിക്കണം സെയിൽസ് റിക്വയർഡ്? എന്തിനു വേണ്ടിയിട്ട്? 10 lakh rupees പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. അപ്പൊ അവിടെ സെയിൽസ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാന്നാ പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാം. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സെയില്, അതിനു വേണ്ടി വരുന്ന ഇക്വേഷൻ സെയിൽസ് റിക്വയർഡ്, അങ്ങനെ തന്നെ എഴുതാം. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10 lakh. ഓക്കെ, ഇതിന് വരുന്ന ഇക്വേഷനാണ് സെയിൽസ് ഈക്വൽ ടു, സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസയേർഡ് പ്രോഫിറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് കേട്ടാ. ഡിസയേർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റിനെ ഡിസയേർഡ് പ്രോഫിറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ 10 ലക്ഷം പ്രോഫിറ്റ് കിട്ടണം, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഡിസയേർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ക്ലിയർ? ഈ ഇക്വേഷനിലേക്ക് എമൗണ്ട് നമുക്ക് എഴുതാം. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 lakh rupees ആണ് അല്ലേ? 4 lakh. പിന്നെ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 10 lakh. PV റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്ന 50%. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 4 lakh പ്ലസ് 10 lakh ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഇത് ഫിക്സഡ് കോസ്റ്റ്, ഇത് ഡിസൈഡ് പ്രോഫിറ്റ്. കണ്ട, ഈ ഇക്വേഷൻ എന്താണോ അത് തന്നെയാണ് എമൗണ്ട് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 28 lakh ആണ് സെയിൽ വന്നത്. ഓക്കെ, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 10 lakh എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇതാണ് സെയിൽസ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഇനി നെക്സ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് റുപ്പീസ് 30 lakh. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി സെയിൽസ് റിക്വയർഡ്. ഓക്കെ, ഇവിടെ എന്താ? വാട്ട് ഈസ് ദി പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് റുപ്പീസ് 30 lakh. പ്രോഫിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്താ?
കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ സെയിൽ 30 lakh ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഒരു കോൺട്രിബ്യൂഷൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് തോന്നാം, ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ പോരെന്ന്. അങ്ങനെ പറ്റില്ല. ഇവിടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് സെയിൽ എത്രയായിരുന്നു? 20 lakh ആണ്. നമുക്ക് ഇവിടെ സെയിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 30 lakh ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ 30 lakh വെച്ചിട്ട് നമ്മൾ വേറെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷൻ 20 lakh സെയിൽ ആയിട്ടുള്ളതാണ്. നമുക്ക് എത്രയാ വേണ്ടത്? 30 lakh സെയിൽ ആകുമ്പോൾ എത്രയാണ് പ്രോഫിറ്റ് എന്ന്. അപ്പോൾ ഈ 30 lakh സെയിൽ വെച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇക്വേഷൻ എന്താ നിങ്ങൾ പറയാൻ പോണത്? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എടുത്താൽ മതി എന്ന് പറയും അല്ലേ. അങ്ങനെ പറ്റില്ല. കാരണം എന്താ? വേരിയബിൾ കോസ്റ്റ് ഇവിടെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ പെർ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. പെർ യൂണിറ്റ് ആണ് വേരിയബിൾ കോസ്റ്റിന്റെ സെയിം ആയിട്ട് നിൽക്കുന്നത്. എമൗണ്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം ഇവിടെ ഏത് ഇക്വേഷൻ എടുക്കണം കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതെന്താ? സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ചെയ്താൽ മതി അല്ലേ. പി വി റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു? 50%. ഇവിടെ തന്നിരിക്കുന്ന പുതിയ സെയിൽ എത്രയാണ്? 30 lakh. അപ്പോൾ പുതിയ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ്. അത് എഴുതാം. പ്രോഫിറ്റ് അറ്റ് സെയിൽ ഓഫ് rupees 30 lakh. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സെയിൽ ഇതാണെങ്കിൽ പ്രോഫിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്, കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പം ന്യൂ കോൺട്രിബ്യൂഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു, ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതാൻ ഞാൻ പറഞ്ഞു. ഇത് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഇക്വേഷൻസ് എഴുതണം, അതിൽ അപ്ലൈ ചെയ്യുന്നത് കാണണം. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു തന്നിരിക്കുന്ന സെയില് എത്രയാണ്? 30 lakh. 30 lakh ഇൻറ്റു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 50%. പുതിയ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 15 lakh. ഓക്കെ. ഇതിപ്പോൾ ന്യൂ കോൺട്രിബ്യൂഷൻ കിട്ടി. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ് കേട്ടോ ചെയ്തത്. പുതിയ കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ ഈ പുതിയ കോൺട്രിബ്യൂഷനിൽ നിന്ന് കണ്ട എന്ത് മൈനസ് ചെയ്താൽ മതി? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? പ്രോഫിറ്റ്. ഒന്നുകൂടെ എഴുതുവാണ്. പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 15 lakh മൈനസ് ഫിക്സഡ് കോസ്റ്റ് 4 lakh ആയിരുന്നു കേട്ടോ. 4 lakh ഈക്വൽ ടു എത്ര ആൻസർ വരിക? ₹11 lakh. ഓക്കെ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് 1000 units ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് അറ്റ് ₹120. ഇവിടെ 1000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നതും. സെല്ലിംഗ് പ്രൈസ് 120. അപ്പോൾ സെയിൽസ് എത്രയായിരിക്കും? 120 ഇൻറ്റു 1000, 1,20,000. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 60. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് എത്രയായി? 60 ഇൻറ്റു 1000, 60,000. ഫിക്സഡ് കോസ്റ്റ് 20,000. ഇവിടെ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ പെർ യൂണിറ്റും തന്നിട്ടുണ്ട്, ടോട്ടൽ യൂണിറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ. സെയിൽസ് ആണെങ്കിലും കണ്ടുപിടിക്കാം, വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പി വി റേഷ്യോ അറിയാവുന്നതാണ്. ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ബ്രേക്ക് ഈവൻ യൂണിറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ്
2000 യൂണിറ്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സെയില് 2000 യൂണിറ്റ് ആകുമ്പോൾ, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് റുപ്പീസ് ആയിരുന്നു. സെയിലിൻ്റെ എമൗണ്ട് ആണ് തന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പരിചയമുള്ള രീതിയിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൺവേർട്ട് ചെയ്യണം അല്ലേ. നമുക്ക് എങ്ങനെയാ ഫെമിലിയർ ആകുന്നത്? പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് റുപ്പീസ് ആക്കി മാറ്റുക. യൂണിറ്റിന് പകരം ഇവിടെ റുപ്പീസ് ആക്കുക. അതിനെന്ത് ചെയ്യുക, ഇവിടെ 2000 യൂണിറ്റ് ആണ് സെയിൽസിൻ്റെ പെർ യൂണിറ്റ് ഉണ്ട്. ഇപ്പം 2000 യൂണിറ്റ് ഇൻറ്റു 120 ചെയ്താൽ ഇത് എമൗണ്ടിലേക്ക് കൺവേർട്ട് ആകും. ക്ലിയർ അല്ലേ? ഇപ്പോൾ സെയിൽ ഓഫ് റുപ്പീസ് 2,40,000 ആകും. 2000 ഇൻറ്റു 120 ചെയ്യുമ്പോൾ 2,40,000 രൂപയാണ് സെയിൽ വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നമുക്ക് പരിചയമുള്ളതായില്ലേ. പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് റുപ്പീസ് 2,40,000. സെയിൽ 2,40,000 കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം പ്രോഫിറ്റ്? അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1,60,000. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര യൂണിറ്റ് ആയിരിക്കണം സെയിൽ ചെയ്യേണ്ടത്, എന്ത് കിട്ടണമെങ്കിൽ? 1,60,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിന് നമ്പർ ഓഫ് യൂണിറ്റിന് പകരം സെയിൽസ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റുക. നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റിന് പകരം എന്താക്കണം? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1,60,000. അവിടെ എന്താ ചെയ്തത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ചെയ്തു. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദി ന്യൂ PV റേഷ്യോ ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ റുപ്പീസ് 20? 20 രൂപ സെല്ലിംഗ് പ്രൈസിൽ കുറവ് വന്നാൽ പുതിയ PV റേഷ്യോ എന്താണ്? ഇപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും, പുതിയ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്ക് ഇത് ഓരോന്നും ഇവിടെ ഇപ്പോൾ സെയിലും എഴുതാം, വേരിയബിൾ കോസ്റ്റ് എഴുതാം, ഫിക്സഡ് കോസ്റ്റ് എഴുതാം. ഞാൻ പെർ യൂണിറ്റും കൂടെ എഴുതുവാണേ. അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 60,000 അറ്റ് എ റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ്. ഇതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാ ഇവിടെ സെയിൽസിൻ്റെ എമൗണ്ട് 120 പെർ യൂണിറ്റ് ആയിരുന്നു, 1000 യൂണിറ്റും അല്ലേ. ഇപ്പോൾ സെയിൽസ് 1,20,000, വേരിയബിൾ കോസ്റ്റ് 60,000, കോൺട്രിബ്യൂഷൻ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ 60,000, ഫിക്സഡ് കോസ്റ്റ് 20,000 ലെസ് ചെയ്തപ്പോൾ പ്രോഫിറ്റ്. ഇതൊരു കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതുപോലെ എഴുതാം. അതുകൂടാതെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ 120 ആണ്, ഇവിടെ നോക്കിയാൽ അറിയാം. ഇതാ 1000 യൂണിറ്റ് 120 റുപ്പീസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് 60 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും പെർ യൂണിറ്റും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് PV റേഷ്യോ ആണ്. ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100. PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഇത് പെർ യൂണിറ്റ് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന എമൗണ്ടും എഴുതാം. ഏതാണെങ്കിലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഞാനിവിടെ എമൗണ്ട് എഴുതുവാണ്. 60,000 ഡിവൈഡഡ് ബൈ സെയിൽ 1,20,000 ഇൻറ്റു 100 ഈക്വൽ ടു 50%. PV റേഷ്യോ കിട്ടി. ഇനി ഇവിടെ പെർ യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ് ഇൻറ്റു 100 അല്ലേ. 60 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്താലും 50% കിട്ടും. അപ്പോൾ PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ നമുക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബ്രേക്ക് ഇവൻ സെയിൽസ്, ബ്രേക്ക് ഇവൻ യൂണിറ്റ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബ്രേക്ക് ഇവൻസിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ട് ഇതിലിപ്പോൾ ഞാൻ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ ആണ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20,000. കണ്ടല്ലോ, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത PV റേഷ്യോ 50%. അതിവിടേക്ക് എഴുതി. നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽ കിട്ടി 40,000. ഇനി അടുത്തത് ബ്രേക്ക് ഇവൻ യൂണിറ്റും. ബ്രേക്ക് ഇവൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 20,000, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ നേരത്തെ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 60 അല്ലേ, അതെഴുതി.
കിട്ടുന്ന ആൻസർ 333.33 ആണ്. ഡെസിമൽ ഇല്ലാതെയുള്ള യൂണിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്, 333 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 40,000 നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽ കിട്ടിയിട്ടുണ്ട്. 40,000നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? 120. 40,000 ഡിവൈഡഡ് ബൈ 120 ചെയ്താലും എന്ത് കിട്ടും? ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നേരത്തെ ആ ക്വസ്റ്റ്യനിൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ സൊല്യൂഷൻ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. നെക്സ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്. ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെയിലാണ്. ക്വസ്റ്റ്യനിൽ സെയിൽ നമുക്ക് 1,20,000 ആണ്. ഈ 1,20,000 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്രേക്ക് ഇവൻ സെയിൽ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 80,000 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി വരുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു. അതെന്താ? പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. ഏത് ചെയ്താലും ഈ സെയിം ആൻസർ തന്നെ വരും. പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് 40,000 ആണ്. പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ എത്രയായിരുന്നു? 50%. ഇത് 40,000 ഡിവൈഡഡ് ബൈ 50 × 100 ചെയ്താലും ആൻസർ 80,000 വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം മാർജിൻ ഓഫ് സേഫ്റ്റി. ദെൻ അടുത്തത് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് ₹2,000 യൂണിറ്റ്സ് ആണ്. ഇതെങ്ങനെയാക്കി മാറ്റണം എന്നാ പറഞ്ഞത്? സെയിൽ ഓഫ് 2,40,000 റുപ്പീസ് ആക്കി മാറ്റണം അല്ലേ? ആ 2,40,000 എങ്ങനെയാ വരുന്നത്? 2,000 യൂണിറ്റിനെ സെല്ലിംഗ് പ്രൈസിന്റെ പെർ യൂണിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ നമുക്ക് സെയിൽസിന്റെ എമൗണ്ട് ആകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു സെന്റൻസ് നമുക്ക് എഴുതാം. പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് ₹2,40,000. ഇങ്ങനെ എഴുതി. പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് ₹2,40,000. എങ്ങനെയാ കിട്ടിയത്? 2,000 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ. അതിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എമൗണ്ടിലേക്കായി. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയമുള്ളതാണ്. അതിന്റെ ബേസിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പം ഇവിടെ സെയിൽ ചേഞ്ച് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? കോൺട്രിബ്യൂഷൻ പുതിയത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എഴുതുക. ഇതിന് കറക്റ്റ് ഓർഡർ ഒന്നുമില്ല. എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ തരുന്നത് അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് എഴുതുക, എമൗണ്ട് അപ്ലൈ ചെയ്യാം. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏതാ എടുക്കേണ്ടത്? സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ അല്ലേ? പുതിയ സെയിൽ എത്രയാണ് സെയിൽ കിട്ടേണ്ടത്? 2,40,000. ഇപ്പോൾ 2,40,000 ഇൻറ്റു പി വി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പി വി റേഷ്യോ കിട്ടിയിരിക്കുന്നത് 50%. അപ്പം അതെഴുതുക. 50/100 ഈക്വൽ ടു ₹1,20,000. ഓക്കെ, പുതിയ കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താലാണ് പ്രോഫിറ്റ് ആകുന്നത്? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 20,000. ക്ലിയർ? അപ്പം നെക്സ്റ്റ് ദെർഫോർ പ്രോഫിറ്റ് ഈക്വൽ കോൺട്രിബ്യൂഷൻ ഇപ്പം കിട്ടിയിരിക്കുന്നത് 1,20,000 എന്ത് മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് 20,000 മൈനസ് ചെയ്യാം. ഈക്വൽ ടു ₹1,00,000 പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ യൂണിറ്റ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റണം? എമൗണ്ട് ആക്കി മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,60,000. ഇവിടെ നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റിലേക്ക് എത്തണം. അപ്പം നമ്പർ ഓഫ് യൂണിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,60,000 എന്നാക്കുക. ഓക്കെ, അങ്ങനെ എഴുതാം. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,60,000 എന്ന് എഴുതി. നമ്മളോട് ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് കണ്ടുപിടിക്കണം? സെയിൽസ് കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് സെയിൽസിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ആദ്യം സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്താ ഇക്വേഷൻ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇക്വേഷൻ എഴുതി. ഫിക്സഡ് കോസ്റ്റ് 20,000 ആണ് ക്വസ്റ്റ്യനിൽ.
പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഇവിടെ തന്നിരിക്കുന്ന 1,60,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നമുക്ക് ആൻസർ കിട്ടുന്നത് 3,60,000 ആണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് സെയിൽസ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് അല്ലേ? അപ്പൊ therefore നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന സെയിൽസിനെ, ഇതാണ് സെയിൽസ്. സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിലുണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ സെയിൽസ് നമുക്ക് 3,60,000 അത് എഴുതാം. 3,60,000 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? ഓർമ്മയുണ്ടാ? 120 അല്ലേ? 120 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ടു 3,000 യൂണിറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് 1,60,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 3,000 യൂണിറ്റ് ആയിരിക്കണം സെയിൽ ചെയ്യേണ്ടത്. അതുപോലെ 1,60,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 3,60,000 ആയിരിക്കണം സെയിൽസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു രീതിയിലും ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കണ്ട ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്കറിയാലോ. ഈ പി വി റേഷ്യോന് പകരം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? ഈ 3,000 യൂണിറ്റ് കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകും. ഓക്കെ, നിങ്ങൾ ഇതാണ് പഠിക്കുന്നതെങ്കിൽ ഇത് വെച്ച് ചെയ്താലും ആൻസറിലേക്ക് എത്താം. മറ്റൊരു രീതിയിൽ പറഞ്ഞേ ഉള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇട്ടാലും നമുക്ക് ആൻസർ കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദി ന്യൂ പി വി റേഷ്യോ ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ₹20. അപ്പോൾ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് ഇപ്പം തന്നിരിക്കുന്നത് 120 ആണ്. അപ്പം അത് 20 റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 ആയിരിക്കും അല്ലേ? ഇപ്പോൾ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ന്യൂ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 120 ആയിരുന്നു നേരത്തെ. അതിൽ നിന്ന് 20 മൈനസ് ചെയ്താൽ പുതിയ സെല്ലിംഗ് പ്രൈസ് 100. പി വി റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100. ഇപ്പം ന്യൂ കോൺട്രിബ്യൂഷൻ ഇവിടെ വേണം അല്ലേ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100. സെല്ലിംഗ് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. പുതിയ കോൺട്രിബ്യൂഷൻ വേണം. ഇവിടെ എമൗണ്ട് എഴുതുന്നതിന് പകരം പെർ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പുതിയ സെല്ലിംഗ് പ്രൈസ് 100 ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ നേരത്തെ കോൺട്രിബ്യൂഷൻ്റെ പെർ യൂണിറ്റ് ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 100 ഇങ്ങോട്ടേക്ക് എഴുതാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന് ചേഞ്ച് ഇല്ല. അപ്പം 100ൽ നിന്ന് 60 മൈനസ് ചെയ്യുമ്പോൾ 40 ആയിരിക്കും പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടുന്നത്. ഓക്കെ, പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 40 ഡിവൈഡഡ് ബൈ പുതിയ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 100 ഇൻറ്റു 100 ചെയ്തു. ഈക്വൽ ടു 40% ആണ് പുതിയ പി വി റേഷ്യോ. ഇനി ഇത് ക്ലിയർ ആയില്ല എങ്കിൽ എമൗണ്ട് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. എമൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 1000 യൂണിറ്റ്. അപ്പോൾ സെയിൽ എത്ര വരും? ഇവിടെ 100 ആണ് പുതിയ സെല്ലിംഗ് പ്രൈസ്. 100 ഇൻറ്റു 1000 1 lakh വരും. ഇപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 60 ഇൻറ്റു 1000 60,000. 1 lakhൽ നിന്ന് 60,000 മൈനസ് ചെയ്യുക. അപ്പോൾ 40,000 ആയിരിക്കും കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. 40,000 ഡിവൈഡഡ് ബൈ സെയിൽ 1 lakh. 40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 ചെയ്താലും എന്ത് തന്നെയാണ് വരിക? 40% ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ പെർ യൂണിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുതിയ പി വി റേഷ്യോ കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹60,000. ഇവിടെയും അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 60,000 പ്രോഫിറ്റ് കിട്ടണം. പക്ഷേ അറ്റ് റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് 100 വെച്ചിട്ട്
60,000 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ എത്രയായിരിക്കണം യൂണിറ്റ് സോൾഡ്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സെയിൽസ് കണ്ടുപിടിക്കുക. സെല്ലിംഗ് പ്രൈസ് 100 വെച്ചിട്ടുള്ള സെയിൽ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഒക്കെ അറിയാം, കോൺട്രിബ്യൂഷൻ്റെ പെർ യൂണിറ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത് കൊണ്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ. ഓക്കെ, അപ്പം നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ചിട്ടൊന്ന് നമ്പർ ഓഫ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സെയിലിൻ്റെ എമൗണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാതെ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ഈക്വൽ ടു സെയിൽ കാണാനായിട്ടുള്ള അതേ ഇക്വേഷൻ കേട്ടോ. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ് അല്ലേ, അത് സെയിം ഇക്വേഷൻ. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഇടുന്നതിന് പകരം എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എഴുതുക. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇവിടെ അറിയാവുന്നതുകൊണ്ടാണ് അത് എഴുതിയാൽ എളുപ്പത്തിൽ ആൻസർ കിട്ടുമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20,000 ആണ്. നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാണ്? 60,000 അല്ലേ. 60,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതായത് പുതിയ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട്, പുതിയ സെല്ലിംഗ് പ്രൈസ് 100 ആയിരുന്നു, 100ൽ നിന്ന് വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് മൈനസ് ചെയ്യുക. ഓക്കെ, പുതിയ സെല്ലിംഗ് പ്രൈസ് 100 ആക്കണം, 100ൽ നിന്ന് വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് മൈനസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടി 40 രൂപ അല്ലേ. ആ 40 ഇവിടേക്ക് എഴുതാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈക്വൽ ടു 2000 യൂണിറ്റ്സ്. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ആവുള്ളൂ. ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.